അപ്പൊ തക്കാളി ഞാൻ ആദ്യം ഒന്ന് ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ചുട്ടെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കുക, എന്നാലാണ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി വേണം ഈ ചമ്മന്തി ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. അതിന് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ തൊലി ഒന്നും കളയണമെന്ന് നിർബന്ധമില്ല. അപ്പൊ തൊലി കളയാത്തത് കാരണം തന്നെ ഈ ഉള്ളി നമ്മൾ വറുത്തെടുക്കണേ മുന്നേ ആയിട്ട് ഒന്ന് കഴുകിയേക്കാം. അപ്പൊ അതിന്റെ മുകളിൽ പൊടി എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് വെളുത്തുള്ളിയാണ്, ഒരു 5-6 അല്ലി ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ ചുട്ടു വെച്ച തക്കാളിയുടെ തൊലി എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉള്ളി. അപ്പൊ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. ഇതിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. അപ്പൊ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തേക്കാം. ചമ്മന്തി ഒന്ന് താളിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാനും മറക്കരുത്.